നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. വഖഫ് ബോർഡ് അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സ്വസ്ഥത കെടുത്തുന്ന കാലം വരെ മുനമ്പത്തെ ജനങ്ങൾ സ്വസ്ഥതയോടെ ജീവിച്ചിരുന്നത് തങ്ങൾ പണം മുടക്കി വാങ്ങിയതോ തങ്ങളുടെ പിതാക്കന്മാർ പൈതൃക അവകാശമായി കൊടുത്തതോ ആയ ഭൂമിയിലായിരുന്നു. ചോര നീരാക്കിയ പണം കൊണ്ട് ഫാറൂഖ് കോളേജിന്റെ പക്കൽ നിന്ന് വാങ്ങി ആധാരം ചെയ്ത് കൈവശം വെച്ച് സൂക്ഷിച്ച് അനുഭവിച്ച ഭൂമിയിലേക്കാണ് ഒരു ദിവസം വഖഫ് ബോർഡ് കൊള്ളക്കാരെ പോലെ അധിനിവേശവുമായി ഇറങ്ങിയത്. നിർഭാഗ്യവശാൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്ത് അധികൃതരുമെല്ലാം ഭൂമിയുടെ അവകാശികൾക്ക് ഒപ്പം ആയിരുന്നില്ല, മറിച്ച് അധിനിവേശ ശക്തികൾക്കൊപ്പമാണ് അണിനിരന്നത്. ഫലമോ ആദ്യം നോട്ടീസ്, പിന്നെ നോട്ടീസുകൾ തന്നെയും മുനമ്പത്തെ 610 വീടുകളിലേക്കും എത്തിത്തുടങ്ങി. അതിനു പിന്നാലെ വഖഫ് സംരക്ഷണ സമിതി എന്ന കടലാസ് പുലികളാകട്ടെ വിരട്ടുകളും മുരടനക്കങ്ങളുമായി രംഗത്തിറങ്ങി. പക്ഷേ അവരൊക്കെ തമിഴ്നാട്ടിലും യു പിയിലും അടക്കം ഇന്ത്യയിൽ പലയിടത്തും പയറ്റി വിജയിച്ച ഭീഷണിയുടെ ഓലപ്പാമ്പ് പ്രയോഗങ്ങൾ മുനമ്പത്ത് ഏറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. കാറ്റിനോടും കടലിനോടും മല്ലുവെട്ടി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുസ്തകത്തിൽ ഭയം എന്നൊരു വാക്ക് ഇല്ല. അതിപ്പോൾ വിഴിഞ്ഞത്തായാലും മുനമ്പത്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ വെട്ടൊന്ന് മുറി രണ്ട് എന്ന ആപൽക്കരമായ എടുത്തുചാട്ടത്തിലേക്ക് പാവം മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിടാതെ പ്രാർത്ഥനാപൂർവമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെയായി അവർക്കൊപ്പം നിന്നത് അവരുടെ ആത്മീയ പിതാക്കന്മാരായ വൈദികരായിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നിശ്ചയദാർഢ്യത്തോടെ വെയിലെന്നോ മഴയെന്നോ ഒന്നും നോക്കാതെ മുനമ്പം കടൽ തീരത്ത് മാതാവിന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് പന്തൽ കെട്ടിക്കൊണ്ട് അവർ രാത്രിയെ പകലാക്കിക്കൊണ്ട് നിരാഹാര സമരമിരുന്നു. മത്സ്യത്തൊഴിലാളികളല്ലേ കടലിൽ പോകാതെയും കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാതെയും വരുമ്പോൾ തന്നെ എഴുന്നേറ്റ് പൊക്കൊള്ളും എന്നുള്ള ഒരു മിഥ്യാബോധമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ സമരം 100, 200, 300 ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയുണ്ടായി. ഇപ്പോൾ ഈ ഐതിഹാസികമായ സമരം നീണ്ട 410 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനോടിടയ്ക്ക് നടന്ന സംഭവ വികാസങ്ങളൊക്കെ അങ്ങേയറ്റം സംഭ്രമജനകങ്ങളായിരുന്നു. ഒരിക്കലും സാധിക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്ന വഖഫ് ഭേദഗതി നിയമം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കേന്ദ്ര സർക്കാർ പാസാക്കി. അതിൽ തുല്യം ചാർത്തിക്കൊണ്ട് രാഷ്ട്രപതി അത് നിയമമാക്കി. അധികാരം കൂടാതെ ജീവിക്കാനാകില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച ചിലർ ബില്ലിനെതിരെ കോടതിയിൽ പോയി. പൊതുജനങ്ങളുടെയും സർക്കാരിന്റെയും കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ ഏകപക്ഷീയമായി ഉണ്ടാക്കി വെച്ച വഖഫ് ഭേദഗതികളെല്ലാം കോടതിക്കുള്ളിൽ ഇഴകീറി പരിശോധിക്കപ്പെട്ടു. എല്ലാത്തിന്റെയും ഒടുവിൽ മുനമ്പത്തെ തർക്കഭൂമി വഖഫിൻ്റെതല്ല എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. മുനമ്പത്തെ ജനങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടിയായിരുന്നു ആ കോടതി ഉത്തരവ്. എന്നാൽ അപ്പോഴും മുനമ്പത്തെ ജനങ്ങൾ സമരവുമായി മുന്നോട്ടു പോയി. കാരണം തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ റദ്ദാക്കിയിരിക്കുന്നതിനാൽ വിൽക്കുവാനോ പണയപ്പെടുത്തുവാനോ ഒന്നും കഴിയാതെ അതിശക്തമായ പ്രതിസന്ധിയിൽ തുടർന്ന അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതുവരെ സമരത്തിൽ തുടരുമെന്നും. സഹനവും പ്രാർത്ഥനകളും നിലവിളികളും കൂടി ചേർന്ന ആ ഐതിഹാസിക സമരത്തിന്റെ ഒടുവിൽ ആ 610 കുടുംബങ്ങളുടെ ധീരമായ പോരാട്ടത്തിന് നീതിയുടെ വിജയം സമ്മാനിച്ചുകൊണ്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ചില ക്ഷുദ്രശക്തികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതിനാലും കോടതിയിൽ കേസ് തുടരുന്നതിനാലും അന്തിമവിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ടെന്നും മുനമ്പം ജനതയുടെ കയ്യിൽ നിന്ന് നികുതി ഈടാക്കണമെന്നും ഹൈക്കോടതി റവന്യൂ വകുപ്പിന് ഉത്തരവ് നൽകി. മുനമ്പം ജനതയുടെ കയ്യിൽ നിന്ന് കരം വാങ്ങാൻ തയ്യാറാണ് എന്ന് റവന്യൂ വകുപ്പും അറിയിച്ചിരുന്നു. ഈ വിധിന്യായം മുനമ്പം ജനതയ്ക്ക് നൽകിയിരിക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. ജസ്റ്റിസ് കെ ജയചന്ദ്രനായിരുന്നു ഏറെ നിർണായകമായ ഈ വിധിന്യായം പ്രസ്താവിച്ചത്. റവന്യൂ വകുപ്പ്, ഹൈക്കോടതി, കീഴ്ക്കോടതി, വഖഫ് ട്രിബ്യൂണൽ, അങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരുപാട് നൂലാമാലകൾ മുനമ്പം കേസിലുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഈ താൽക്കാലിക വിധിയോടെ മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വകയുണ്ടോ എന്ന ചോദ്യം പലരും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് മുനമ്പം വിഷയത്തെക്കുറിച്ച് അവധാനതയോടെ പഠിച്ച റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ ഷെക്കാന ന്യൂസിനോട് പറഞ്ഞത്. ഈ വിധി ഞാൻ വാങ്ങിച്ചെടുത്തൊരു വിധിയാണ്. വളരെ സന്തോഷമുണ്ട്. വഖഫ് ഭേദഗതി നിയമവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് 1995 വഖഫ് ആക്ടിന്റെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന കാര്യങ്ങൾ പാലിക്കണം. അതൊന്നും വഖഫ് ബോർഡ് പാലിച്ചിട്ടില്ല. അപ്പൊ അതങ്ങനെ ഒരു നിയമപരമായ ഓർഡർ ആകും. നോട്ടിഫിക്കേഷൻ ഇല്ല, റിപ്പോർട്ടില്ല, ഇല്ല, സർവേ ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് കാര്യം. മുനമ്പം ജയിച്ചു കഴിഞ്ഞു. ഈ വഖഫ് ബോർഡിനോ ഈ വഖഫ് സംരക്ഷണ സമിതിക്കോ ഒന്നും അവരുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല. ഇന്ന് മുതൽ അങ്ങോട്ട് അതാണ് നിയമം.
അതുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമവും ഇതുമായിട്ട് ഈ പർട്ടിക്കുലർ വിധിയായിട്ട് യാതൊരു ബന്ധവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നത് ബലവാനും ബലഹീനനും തമ്മിൽ ഒരു വ്യവഹാരമുണ്ടായാൽ ദൈവം ബലഹീനന് തുണ നിൽക്കുന്നു എന്നാണ്. നീതിമാനായ ദൈവത്തിന്റെ കാതുകൾ തന്നെ ആശ്രയിക്കുന്നവരുടെ നിലവിളികൾ കേൾക്കുവാൻ സദാ തുറന്നിരിക്കുകയാണ്. അത്രമേൽ ശക്തമായ നീതിക്ക് വേണ്ടിയുള്ള നിലവിളികളായിരുന്നു 4 വർഷങ്ങളായി മുനമ്പത്ത് നിന്നും ഉയർന്നുകൊണ്ടിരുന്നത്. പന്തൽ കെട്ടി രാപ്പകൽ സമരം തുടങ്ങിയിട്ട് കേവലം 1 വർഷത്തോളമേ ആയിട്ടുള്ളൂവെങ്കിലും 2021 ശേഷമുള്ള കാലഘട്ടങ്ങൾ മുനമ്പത്തെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളുടെയും കണ്ണുനീരിന്റെയും നിലവിളികളുടെയും ദിനങ്ങളായിരുന്നു. ഡെമോക്ലേസിന്റെ വാള് പോലെ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടിക്കൊണ്ടിരുന്ന വഖഫ് നിയമത്തിന്റെ പിന്നാമ്പുറം പരതിയാൽ കാണാൻ കഴിയുന്നത് ചതിയുടെയും കബളിപ്പിക്കലിന്റെയും കഥകളാണ്. തങ്ങൾക്ക് എതിരായി നിന്ന വഖഫ് ബോർഡിനെ കൂടാതെ ഈ മണ്ണിൽ അത്യധ്വാനം കഴിച്ച് ജീവിച്ച പാവപ്പെട്ട മനുഷ്യരുടെ ആവലാതികളെ കേൾക്കാതെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടു പോവുകയും തീർപ്പുകൾ കൽപ്പിക്കുകയും ചെയ്ത അധികാരികളെല്ലാം ചേർന്നാണ് മുനമ്പം ജനതയെ പ്രതിസന്ധിയുടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ടത്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് എങ്കിലും റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടി. മുനമ്പം, കടപ്പുറം, വേളാങ്കണ്ണി മാതാ ദേവാലയവും വൈദിക മന്ദിരവും സെമിത്തേരിയും കോൺവെന്റും ഉൾപ്പെടെ ഈ പ്രദേശത്തെ 610ഓളം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങളായിരുന്നു പൂർണ്ണമായും തടഞ്ഞു വെക്കപ്പെട്ടിരുന്നത്. 1950 കോഴിക്കോട് ഫറൂഖ് കോളേജിന് ഉടമ്പടികൾ അനുസരിച്ച് ദാനമായി കൊടുത്ത 410 ഏക്കറോളം വരുന്ന ഭൂമി പിൽക്കാലത്ത് പണം വാങ്ങിയാണ് മുനമ്പത്ത് ജീവിച്ച മത്സ്യത്തൊഴിലാളികൾ വാങ്ങിയത്. 1989 മുതൽ ഇവിടുത്തെ താമസക്കാർ ഫറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്ത് ഭൂമി വാങ്ങി. നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കരമടച്ച് സ്വസ്ഥമായി ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ചോര നീരാക്കി വാങ്ങിയെടുത്ത ഭൂമിയിൽ നിന്നാണ് ഏത് നിമിഷവും കുടിയൊഴിപ്പിക്കപ്പെടാമെന്ന സാഹചര്യം മുനമ്പംകാരുടെ മുന്നിൽ രൂപപ്പെട്ടു വന്നത്. എല്ലാ വഴികളും കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ പിന്തിരിഞ്ഞോടാതെ ആത്മധൈര്യത്തിന്റെ ആൾ രൂപങ്ങളായ ആ ജനത മറ്റൊന്നും ആലോചിക്കാതെ സമരമുഖത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള ആ ജനസമൂഹത്തിന്റെ നിലവിളികൾക്ക് നേരെ അവരുടെ വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിലെത്തിയ എല്ലാവരും ചെവി കൊട്ടിയടച്ച് ഇരിക്കുകയായിരുന്നു. എന്നാൽ അവകാശ പോരാട്ടങ്ങളുടെ പുകൾപ്പെട്ട രണഭൂമിയായ ഇന്ത്യയിൽ എത്രയൊക്കെ ചാപ്പകുത്തിയാലും പോരാട്ടങ്ങളിലെ നീതിയെ തിരിച്ചറിഞ്ഞ് അതിനൊപ്പം ചേരാൻ സന്നദ്ധതയും നീതിബോധവുമുള്ള 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാം മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തി. രാജ്യത്തിന് വെളിയിൽ നിന്ന് പോലും മുനമ്പത്തെ അവകാശ പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ആളുകളെത്തി. അതോടെ മൂട്ടിൽ തീ പിടിച്ച മട്ടിൽ കേരളത്തിലെ അവസരവാദികളായ രാഷ്ട്രീയക്കാർ ഓടിത്തള്ളാൻ തുടങ്ങി. മുനമ്പത്തെ അവഗണിക്കുന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമെല്ലാം മുനമ്പത്തേക്ക് ഓടിയെത്തി തുടങ്ങി. തീരെ ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന വായ്പാട്ടും പ്രഹസനങ്ങളും ആവർത്തിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷങ്ങൾ മുനമ്പത്ത് ചുറ്റിത്തിരിഞ്ഞുവെങ്കിലും മുനമ്പം ജനത അതൊന്നും വകവെച്ചതേയില്ല. തങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രശ്നത്തിൽ നിയമപരമായ പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി ഈ മണ്ണിൽ ഒരു ജീവിതമുള്ളൂ എന്ന കാര്യം അവർക്ക് വളരെ നിശ്ചയമുണ്ടായിരുന്നു. പ്രതിപക്ഷവും അവരുടെ നേതാവും തുടരെ മുനമ്പത്ത് വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ ലോകം മുഴുവൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും അത് ആവർത്തിക്കുന്നില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള വായ്ത്താരി സമ്മർദ്ദങ്ങൾ ഏറിയ ഒരു ഘട്ടത്തിൽ മാറ്റിവെക്കാൻ പോലും മടിയില്ലാത്ത വിധത്തിൽ പച്ചക്കള്ളങ്ങൾ ചേർത്ത് വെച്ചുള്ള പിന്തുണയായിരുന്നു അവർ നിർലജ്ജം വിളമ്പിയത്. അധികാരം കാട്ടി സമ്മർദ്ദത്തിലാക്കാനും ഇപ്പോൾ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ചിട്ട് ഒരു റിട്ടയേർഡ് ജസ്റ്റിസിനെ കമ്മീഷനാക്കി കെട്ടിയിറക്കി മുനമ്പംകാരുടെ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടാനാണ് ഭരണകൂടവും ശ്രമിച്ചത്. മുനമ്പം ജനതയുടെ പ്രതിസന്ധികൾ അതേ തീവ്രതയോടെ ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ നിലവിലിരിക്കുന്ന വഖഫ് നിയമത്തിന് ഭേദഗതി വരുത്താൻ സന്നദ്ധത കാട്ടി രംഗത്ത് വന്നതായിരുന്നു മുനമ്പം ജനതയ്ക്ക് ആശ്വാസമായി മാറിയത്. കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു ബില്ല് പാസാക്കിയാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് കുത്തകകളുടെ കോട്ടകൊത്തളങ്ങൾ പൊളിഞ്ഞടുങ്ങി താഴെ വീഴുമെന്ന് ഉറപ്പിച്ച ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ തൂവൽ പക്ഷികളെ പോലെ ചേർന്ന് ആ ബില്ലിനെതിരെ പ്രമേയം പാസാക്കി അയക്കുകയായിരുന്നു ചെയ്തത്. 140 MLA-മാരിൽ ക്രൈസ്തവ നാമധാരികളായ ഒരു മനുഷ്യനും മുനമ്പം ജനതയെ ദ്രോഹിക്കുന്ന ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തോന്നിയില്ല എന്നുള്ളത് പാവപ്പെട്ടവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആരും അവരുടെ കൂടെ ഉണ്ടാകാറില്ല എന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നതായിരുന്നു അവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ. മുനമ്പം വിഷയത്തിൽ നിയമപരിരക്ഷ ഉൾക്കൊള്ളുന്ന ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. രാപ്പകൽ സമരം തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടെ എത്തി മുനമ്പത്തെ അഭിസംബോധന ചെയ്ത KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയാണ് അക്കാര്യം ആദ്യം മുന്നോട്ട് വെച്ചത്. അതുതന്നെയായിരുന്നു അനിവാര്യവും. മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് പക്വമായ തീരുമാനമെടുക്കണമെന്നും നിയമസഭ വഖഫ് ബില്ലിനെതിരെ സംയുക്ത പ്രമേയം പാസാക്കിയത് ഈ ജനത്തെ പരിഗണിക്കാതെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു.
ആ നിയമപരമായ പരിഹാരമാണ് മുനമ്പം ജനതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയത്. അപ്പോഴും മുനമ്പത്തെ ജനങ്ങൾ സമരമുഖത്ത് ശക്തമായി തന്നെ തുടരുകയായിരുന്നു. മുനമ്പം കടപ്പുറം പ്രദേശത്തെ ഭൂമി വില നൽകി വാങ്ങിയതാണ് എന്നും വഖഫിന്റെ നിർവചനത്തിന് അകത്തു വരുന്ന ഭൂമിയല്ല എന്നും ഗവൺമെന്റിനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാന ഗവൺമെന്റ് വഖഫ് ബോർഡിന് ഒരു നിർദ്ദേശം നൽകിയാൽ പ്രശ്നം വളരെ വേഗം പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും അവർ നിഷ്ക്രിയരായി തുടർന്നതാണ് വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ പകൽ പോലെ വ്യക്തമായിരിക്കുമ്പോഴും മുനമ്പം നിവാസികൾ സ്വാഭാവിക നീതിക്ക് വേണ്ടി രാവും പകലും സമരം ചെയ്യുകയായിരുന്നു, അലഞ്ഞു നടക്കുകയായിരുന്നു. ഏതായാലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നിയമമായി മാറുകയും ചെയ്തിട്ടും അതിനെതിരെ കേസിന് പോകുവാനാണ് ഇടതരും വലതരും രംഗത്തിറങ്ങിയത്, ഓർക്കുക. എന്നാലും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയ മുനമ്പം ജനതയുടെ സമരത്തിലേക്ക് സർവശക്തനായ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരികയായിരുന്നു. അതെ, മുനമ്പത്തെ ചരിത്ര സമരമാണ് വഖഫിന്റെ കൊമ്പറുത്തുകൊണ്ട് സാധാരണക്കാരന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ ആ നിയമത്തിന് ഭേദഗതി ഉണ്ടാക്കിയത്. അത് നിയമമായി പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിനെതിരെ നിരവധി പേർ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയെങ്കിലും സുപ്രീം കോടതി നടത്തിയ ഇടക്കാല വിധി പോലും വഖഫ് ഇരകൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. മുനമ്പം പ്രശ്നത്തെ തുടർന്നുണ്ടായ വ്യവഹാരങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വന്നുവെങ്കിലും തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കിട്ടാത്തതിനാൽ കടലാസിന്റെ പോലും വിലയില്ലാതായ തങ്ങളുടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ തങ്ങളുടെ ആസ്തി വകകളിന്മേൽ പ്രതിസന്ധി സൃഷ്ടിച്ചു നിൽക്കുന്ന റവന്യൂ പ്രതിസന്ധികൾ എത്രയും വേഗം മാറണമെന്നുള്ളതായിരുന്നു മുനമ്പം ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം. അതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് എങ്കിലും സഫലമായിരിക്കുന്നത്. മുനമ്പം ജനതയുടെ പ്രാർത്ഥനകളുടെയും സഹനത്തിന്റെയും അവർ നടത്തിയ ഐതിഹാസിക സമരത്തിന്റെയും വിജയം തന്നെയാണ് ഇത്. ഏതായാലും മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിൻ്റെതല്ലെന്ന അതിശക്തമായ വിധിക്ക് പിന്നാലെ മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങളും തിരികെ കിട്ടിയത് പകൽ കൊള്ളക്കിറങ്ങിയ വഖഫ് ബോർഡിന് മുഖമടച്ചു കിട്ടിയ അടിയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അതിനിർണായകമായ വിധികൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കായത് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ്. കേന്ദ്രം ഭരിച്ച മുൻ സർക്കാരുകൾ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ നിലനിർത്താൻ തികച്ചും ഏകപക്ഷീയമായി ഉണ്ടാക്കി വെച്ച വഖഫ് എന്ന ഈ കോടാലിക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം വരുത്തുമ്പോൾ പ്രതിസന്ധിയിൽപ്പെടാതെ ഒഴിഞ്ഞുപോയത് ഇന്ത്യയിലെ തന്നെ 10,000-കണക്കിന് മനുഷ്യരാണ്, ജനവിഭാഗങ്ങളാണ്. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു വസ്തു വഖഫിന്റെ പേരിലാക്കാൻ ആ ഭൂമിക്ക് അവകാശം ഉന്നയിച്ചുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ പിന്തുണയോടെ ഒരു നോട്ടീസ് അയച്ചാൽ മാത്രം മതിയായിരുന്നു. അതങ്ങനെ പോയി ഇന്ത്യൻ പാർലമെന്റിന് വരെ അവകാശവാദം ഉന്നയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു. മുനമ്പത്തെ പ്രതിസന്ധികൾക്ക് ഇപ്പോഴത്തെ വിധിന്യായങ്ങൾ പരിഹാരം വരുത്താൻ പോകുന്നതാണ്. എന്നാൽ ഇന്ത്യയൊട്ടുക്കുമുള്ള വഖഫ് ഇരകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന കാര്യം ഇപ്പോൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതേക്കുറിച്ച് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ടി ദേവപ്രസാദ് പറഞ്ഞത് ഇങ്ങനെയാണ്. പലരും ഓർക്കുന്നുണ്ട്, ഇതിപ്പം മുമ്പനമ്പത്തെ കുറച്ച് ക്രിസ്ത്യാനികളും ഭൂരിഭാഗത്തിൽ ക്രിസ്ത്യാനികളായ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഇത് അവരെ വാസ്തവത്തിൽ ഇത് അവരെക്കാൾ അഫക്ട് ചെയ്തിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയില്ല. അവരുടെ ഒത്തിരി കുടുംബങ്ങളുടെ സ്വത്തുക്കൾ, അതെ, അവരുടെ ഒത്തിരി കുടുംബങ്ങളുടെ സ്വത്തുക്കള് ഇങ്ങനെ പോയിട്ടുണ്ട്. അവർക്കിപ്പോ പുറത്തും പറയാൻ മേല ഒന്നുള്ള ഒരു മട്ടി നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിലെ ക്ഷേത്രം പോലെ 1000-200 വർഷമായിട്ട് അവർ ആരാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലെയിം വെച്ചിട്ടുണ്ട്. പിന്നെ പാർലമെന്റ് വേണേൽ ക്ലെയിം വെക്കാം എന്നുള്ള സ്ഥിതിയിലുണ്ട്. പിന്നെ അതെല്ലാം ഇപ്പം ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി കൊണ്ട് പോയെന്ന് തോന്നുന്നു. അതായത് ഈ നാഷണൽ ഹെറിറ്റേജ് അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അവകാശം പറയാൻ പറ്റില്ലെന്നൊരു വിധി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പോയി. 2019 കാലഘട്ടത്തിലാണ് അതിനെ അവരുടെ പ്രോപ്പർട്ടി ലിസ്റ്റിൽ പെടുത്തിയത്. 2022 ആയപ്പോഴേക്കും റവന്യൂ വകുപ്പിന്റെ പിന്തുണയോടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ നോട്ടീസുകളും മുനമ്പത്തെ വീടുകളിലേക്ക് എത്തി തുടങ്ങി. എന്നാൽ ആ കാലത്തൊക്കെ അവർക്ക് കരമടയ്ക്കുവാനുള്ള സാവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വഖഫ് സംരക്ഷണ സമിതി എന്ന ഒരു ഉപജാപക സംഘം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി ഇല്ലാതായത്. എന്തു വില കൊടുത്തും തങ്ങളുടെ അവകാശങ്ങൾ തിരികെ പ്രാപിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ സമരത്തിനിറങ്ങിയ മുനമ്പം ജനതയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അങ്ങേയറ്റം ആശ്വാസകരമായ വിജയം തന്നെയാണ്. താൽക്കാലികമായ ഒരു വിധിയാണ് എങ്കിലും മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഈ വിധിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിശദീകരണവുമാണ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ പങ്കുവച്ചത്. സർക്കാരിന് ബൈൻഡിങ് അല്ലാത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, വഖഫ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എങ്ങനെ ഈ പാവങ്ങളുടെ റവന്യൂ ആവശ്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരും ദിവസങ്ങളിൽ ഇപ്പോ ഹൈക്കോടതിയിൽ ഇതിന്റെ കേസിന്റെ കണ്ടിന്യൂഷനിൽ വരിക. അപ്പോ ഈ കേസിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ
ഇനി ചരിത്രത്തിൽ ഒരിക്കലും മുനമ്പത്തെ ഒരു വഖഫായി ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു അതോറിറ്റിയും പറ്റത്തില്ല. ഇത്രയും കോൺഫിഡന്റ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ആ കേസ് പഠിച്ചിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോ ഇപ്പൊ നോക്കൂ, അവരുടെ റവന്യൂ അവകാശം അവർക്ക് മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കേണ്ടി വന്നില്ല, പ്രതിപക്ഷ നേതാവിന്റെ കാല് പിടിക്കേണ്ടി വന്നില്ല, ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ കാല് പിടിക്കേണ്ടി വന്നില്ല. അവർക്ക് എന്നും ഭാവിയിൽ പറയാൻ പറ്റും, ഞങ്ങൾ കവർന്നെടുത്ത കാര്യം ഞങ്ങളുടെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ഒരുത്തരെയും കാല് പിടിക്കാതെ ഞങ്ങൾ നേടിയെടുക്കുന്നു ഭാവിയിൽ പറയാൻ പറ്റും. സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിലുള്ള സെന്റൻസുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കോടതി വിധികളെല്ലാം മുനമ്പത്തെ പാവങ്ങളുടെ നിലവിളികൾക്ക് അനുകൂലമായ മറുപടികൾ തന്നെയാണ്. സുപ്രീം കോടതി നടത്തിയ ഇടക്കാല വിധിയും അങ്ങനെ തന്നെയായിരുന്നു. ആക്ഷേപം ഉന്നയിച്ചവർ മനഃപൂർവ്വമായി ചില ക്ലോസുകൾ മറച്ചു പിടിക്കുകയും ചിലത് മാത്രം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. എന്നാൽ ക്ലോസുകളെല്ലാം ഇഴകീറി പരിശോധിക്കാൻ സുപ്രീം കോടതി രംഗത്തിറങ്ങുന്നതോടെ ഹർജിക്കാർ കണ്ടം വഴി ഓടുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മുനമ്പം ജനതയ്ക്ക് അവരുടെ അവകാശങ്ങൾ തിരികെ കിട്ടിയാൽ മാത്രം മതി. പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ അത് കൈവരിക്കുവാൻ അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും മുനമ്പം ജനതയോട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് പരിശുദ്ധ ബൈബിളിലെ ചില വചനങ്ങളാണ്. ഒന്നാമത്, അന്തചിത്രമുള്ള ഏത് രാജ്യവും ഭവനവും നശിച്ചു പോകും എന്ന് ഈശോ പറഞ്ഞതാണ്. പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ നശിപ്പിക്കണമെന്ന് കരുതി ഓടി നടക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. മുനമ്പത്ത് നിന്നും ഇപ്പോൾ വലിയ വിഭാഗീയതയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഇവിടുത്തെ മുന്നണികൾ എത്രയോ തവണ ശ്രമിച്ചതാണ് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുവാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും ഈ പഠിക്കൽ കൊണ്ടുപോയി നിങ്ങൾ കലം ഉടയ്ക്കാതിരിക്കുക. ഇത്രയും കാലം ഒരുമിച്ച് നിന്ന് നിങ്ങൾ നേടിയത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നതിനോളം മണ്ടന്മാരായി ഈ ലോകത്ത് മറ്റാരാണുള്ളത്? ഇതുവരെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ചെകുത്താന്മാർ ഇലക്ഷൻ അടുത്തതുകൊണ്ട് പല രൂപത്തിലും നിങ്ങളുടെ മുന്നിലെത്തും. വീഴാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് നിങ്ങളോട് പറഞ്ഞു വെക്കുവാനുള്ളത്. സമരം അന്തിമ വിജയത്തിൽ എത്തും വരെ പോരാടുക. ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുക. ഭിന്നിച്ചു നിന്നവർ ലക്ഷ്യം നേടാനാകാതെ തകർന്നുപോയ അനേകം സംഭവങ്ങളെ ചരിത്രം നമുക്ക് മുന്നിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭിന്നത വിതയ്ക്കുന്നത് പിശാചാണ്. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ഒരിക്കൽ കൂടി പറയുന്നു, പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഒന്നിച്ചു നിന്ന് ശത്രുവിന്റെ അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിക്കുക. അമേരിക്കൻ ഭരണാധികാരികളുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ഭീകരാക്രമണം എന്ന വാർത്ത ലോകത്തെ മുഴുവൻ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭരണ സ്ഥിരാകേന്ദ്രം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന വൈറ്റ് ഹൗസിലെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്നു കയറിയാണ് ഒരു അഫ്ഗാൻ ഭീകരർ 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചത്. ഒരു പുരുഷ ഓഫീസറും ഒരു സ്ത്രീ ഓഫീസറുമായിരുന്നു ആക്രമിക്കപ്പെട്ടത്. നാഷണൽ ഗാർഡ് സുരക്ഷാ ഭടന്മാരുടെ അതിശക്തമായ നിയന്ത്രണമുള്ള വൈറ്റ് ഹൗസിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത മെട്രോ സ്റ്റോപ്പിൽ നടന്ന ഈ വെടിവെപ്പ് അമേരിക്കയ്ക്ക് വലിയ ആഘാതമാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ കടന്നു വന്ന ഒരു അക്രമി പൊടുന്നനവേ തന്റെ അരയിൽ നിന്ന് തോക്കെടുത്ത് സുരക്ഷാ ഭടന്മാരായ 2 പേർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണം നടക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും ഒന്നും വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ സംഭവത്തെ തുടർന്ന് കോപാക്രാന്തനായി പ്രതികരിച്ച ട്രംപ് പറഞ്ഞത് ഇത് ഭീകര പ്രവർത്തനമാണ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്ന നരകക്കുഴിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു ഭീകരനാണ് ഈ ഭീകര പ്രവൃത്തി ചെയ്തത് എന്നുമായിരുന്നു. 2 members of the National Guard serving in Washington, D.C. were shot at point-blank range in a monstrous ambush-style attack just steps away from the White House. This heinous assault was an act of evil, an act of hatred, and an act of terror. It was a crime against our entire nation. It was a crime against humanity. ഈ തീവ്രവാദി ആക്രമണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു ഓഫീസർ മരണപ്പെടുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രണാതീതമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മറ്റ് ഒരു ഓഫീസറും വെർജീനിയ സ്വദേശികളാണ്. ഡ്യൂട്ടിയിൽ നിന്ന് ഇവരുടെ ശിരസിനെ ലക്ഷ്യമാക്കി 15ഓളം തവണയാണ് ഈ ഭീകരൻ വെടിയുതിർത്തത്.
ശക്തമായി തന്നെ തിരികെ വെടിയുതിർത്തുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഓടിയ അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പിടികൂടി കീഴ്പ്പെടുത്തുകയായിരുന്നു. അഫ്ഗാൻ പൗരനായ റഹ്മാനുള്ള ലഗൻവാൾ എന്നയാളാണ് പിടിയിലായത്. അമേരിക്കയിലേക്ക് വരുന്നതിന് മുൻപ് അഫ്ഗാനിസ്ഥാനിലെ CIA പിന്തുണയുള്ള ഒരു യൂണിറ്റിന്റെ ഭാഗമായിരുന്നു ഇയാളെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാളുടെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ വീട്ടിൽ നിന്ന് സെൽഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഐപാഡുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏജന്റുമാർ പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്തുവെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ അമേരിക്കയിലേക്ക് അനധികൃതമായി ചേക്കേറുന്നവരുടെ പ്രധാന ലക്ഷ്യം തീവ്രവാദ പ്രവർത്തനമാണെന്ന് ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീപ്പോർട്ടേഷൻ നടപടികളുടെ അനിവാര്യതയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അഫ്ഗാൻ തീവ്രവാദി പിടിയിലായിരിക്കുന്നത്. കിട്ടിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം അഫ്ഗാൻ കുടിയേറ്റ നടപടികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. 2021 സെപ്റ്റംബറിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അലീസ് വെൽക്കം പ്രോഗ്രാമിന്റെ മറപിടിച്ചായിരുന്നു ഈ അക്രമി അമേരിക്കയിൽ പ്രവേശിച്ചത്. അമേരിക്കയെ നശിപ്പിക്കാനായിരുന്നു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കളമൊരുക്കുന്നത് എന്നുള്ള നിഗമനത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടികളും നാടുകടത്തലുകളും ട്രംപ് ശക്തമാക്കിയിരിക്കുന്നതിനിടയ്ക്ക് അഫ്ഗാൻകാരനായ ഈ തീവ്രവാദി തന്റെ വസതിക്ക് സമീപത്ത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വെടിയുതിർത്തത് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നീക്ക നിലപാടുകളെ ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ്. വൈറ്റ് ഹൗസ് മുൻഗാമിയായ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 2021 നിയന്ത്രണമോ പരിശോധനയോ ഇല്ലാതെ അമേരിക്കയിലേക്ക് തള്ളിക്കേറി വന്ന ആയിരക്കണക്കിന് അഫ്ഗാനികളിൽ ഒരാളാണ് കുക്കു എന്ന് താൻ വിശേഷിപ്പിച്ച തോക്കുധാരി എന്നും നമ്മുടെ രാജ്യത്ത് പ്രവേശിക്കുകയും അവിടെ തുടരുകയും ചെയ്യുന്ന ആളുകളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ദേശീയ സുരക്ഷാ മുൻഗണന നമുക്കില്ല എന്ന് പ്രതിയുടെ ക്രൂരത നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. ജോ ബൈഡൻ ഒപ്പിട്ട നിയമങ്ങൾ പ്രകാരമാണ് അഫ്ഗാൻ വ്യക്തിയുടെ കുടിയേറ്റ പദവി നീട്ടിയത് എന്നും ഈ ആക്രമണം നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണിയെ അടിവരയിടുകയാണ് എന്നും അക്രമിയുടെ വെടിയേറ്റ് വീണ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ഓർത്ത് രാജ്യം വേദനയും ദുഃഖവും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ന്യായമായ കോപവും ക്രൂരമായ ദൃഢനിശ്ചയവും മാത്രമാണ് നമ്മളിൽ നിറഞ്ഞിരിക്കേണ്ടത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ പ്രഖ്യാപിക്കുന്നത് ഈ ക്രൂരത ചെയ്ത മൃഗം ഇതിന് ഏറ്റവും വലിയ വില നൽകേണ്ടി വരുമെന്നും അതിന് സാധ്യമായതെല്ലാം താൻ ചെയ്യും എന്നുമായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപ് ഇങ്ങനെ പറഞ്ഞത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരിക്കുന്നതിന് മുൻപായിരുന്നു. നിർഭാഗ്യവശാൽ മനുഷ്യച്ചോര കൊണ്ട് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഇറങ്ങിയ ഭ്രാന്തന്റെ വെടിയേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടതിന് ട്രംപിന്റെയും അമേരിക്കയുടെയും പ്രതികരണം അങ്ങേയറ്റം കടുത്തതായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ യൂട്ടാറൈമിലെ യൂട്ടലി ക്യാമ്പസിൽ 3000-ഓളം പോകുന്ന സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ വെടിയേറ്റു കൊല്ലപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ക്രിസ്തീയ പ്രഭാഷകനുമായ ചാർലി കിർക്ക് തന്റെ ശ്രദ്ധേയമായ അവസാന പ്രഭാഷണങ്ങളിലൊന്നിൽ പ്രഖ്യാപിച്ചത് തോക്ക് സംസ്കാരം അമേരിക്കയെ നശിപ്പിക്കും എന്നായിരുന്നു. പ്രവചന മാനദണ്ഡങ്ങളുള്ള ആ വാക്കുകൾ അമേരിക്കയിൽ അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപ് തന്നെ മുൻപ് പലവട്ടം തോക്കാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തുവെന്ന കാര്യവും ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടതാണ്. അമേരിക്കയുടെ ദേശീയത ക്രൈസ്തവീകതയാണ്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരായാലും അവരെ അവിടെ നിന്ന് അടിച്ചിറക്കി എരുമച്ചാണകം തളിക്കുകയാണ് വേണ്ടത്. യാഥാസ്ഥിതിക അമേരിക്കൻ പൗരന്മാർ അതിന് ശക്തമായി രംഗത്തിറങ്ങിയേ തീരൂ. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്ത ആഴ്ച.